ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാനാണെങ്കിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ വീട്ടിലാരുമില്ല, അപ്പോൾ ഞാനാണ് വീട്ടിലെ എല്ലാം ജോലിയൊക്കെ ചെയ്യുന്നത്. അത് ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും അങ്ങനെയാണ്. പക്ഷേ ഇന്നാണെങ്കിൽ കുറച്ച് ടൈമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് അവർ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും. ഇവിടെ നിന്ന് അടുത്തൊന്നും വല്ല ആശുപത്രിയിലാണ് പോയത്. അപ്പം അവർ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ജോലിയൊക്കെ ചെയ്യാണ്. അപ്പോൾ അതൊന്ന് കണ്ടാലേ. തുടക്കത്തിൽ തന്നെ ഇന്ന് കഞ്ഞിക്കൊക്കെ വെള്ളമിട്ട് അരിയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് കാടൊക്കെ പറിക്കാനുണ്ട്. അപ്പം ഇനി അതുകൂടെ ഒന്ന് പറിച്ചിട്ട് ഒന്ന് വന്നാലേ. ഗൈസ്, ഇവിടെ എല്ലാം മുറ്റം നിറച്ചുവാണെങ്കിൽ കുളമായിട്ട് കിടക്കുകയാണ്. ഇവിടെ മഴയൊക്കെ പെയ്തത് കാരണമാണെങ്കിൽ ഒന്ന് ചെയ്യാനൊന്നും സമയമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളിവിടെ ഒന്നും 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. കുറേ പേർക്ക് 2-3 പേർക്കൊക്കെ വയ്യാതെയായിട്ടൊക്കെ കിടന്ന് അങ്ങനെ മുറ്റമെല്ലാം ആകെ കുളമായിട്ട് കിടന്ന്. പിന്നെ മഴ സമയത്ത് ബാക്കെല്ലാം ഇടിഞ്ഞ് ഗൈസ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബാക്കി ഭാഗം കൂടെയൊക്കെ ഇടിഞ്ഞൊക്കെ അങ്ങ് കിടക്കുകയാണ്. ഇനി ആകെ കുളമായിട്ടാണ് ബാക്ക് കിടക്കണത്. ഇനി ഇതെല്ലാം വൃത്തിയാക്കണം. കാടൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കണം. ഇത് അടുക്കളയുടെ ഭാഗം ഗൈസ്. ഇതെല്ലാം പോയെല്ലാം കിടക്കണം. ഇവിടെ എല്ലാം കുളമായിട്ട് തന്നെ കിടക്കണം. അടുക്കളയാണ് ഏറ്റവും കൂടുതൽ കുളമായിട്ട് കിടക്കണം ഗൈസ്. നോക്ക്, മൊത്തത്തിലും കുളമായിട്ട് കിടക്കണം. ഇവിടെ ഒരാൾ ഇരുന്ന് ഇങ്ങേന്ന് വിളിക്കണം. മുറ്റത്ത് കുറച്ച് കാടൊക്കെ ഉണ്ടായിരുന്നു. സൈഡിലൊക്കെ ഉണ്ടായിരുന്ന കാടൊക്കെ ഞാൻ പറിച്ചിവിടെ ഇട്ടിരിക്കണം, മുറ്റമൊക്കെ തൂക്കാൻ വേണ്ടി. ചെടിയുടെ ഇടയിലൊക്കെ ആണെങ്കിൽ നിറച്ച് കാടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറിച്ച് ക്ലീനാക്കി. ഇവിടെ ആണെങ്കിൽ തറയിൽ കൂടെയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഞാൻ ചെടിയൊക്കെ നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചെടി നട്ട് പിടിപ്പിച്ചിട്ട് കുറേ ദിവസമൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആണെങ്കിൽ പുല്ലൊക്കെ കിടന്ന് അതൊക്കെ പറിച്ച് ഇവിടെ ഇട്ടിരിക്കണം ഗൈസ്. അടുത്ത് ഇതിൻ്റെ ഇപ്പുറത്ത് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിലെല്ലാം നിറച്ചും ഉണ്ടായിരുന്നു. അവിടെ എല്ലാം പറിച്ച് ഇവിടം വരെ ആക്കിയിട്ടിരിക്കുന്നു. പറിച്ച് കടങ്ങി ബാക്കി കൂടെ ഉണ്ട്. അത് എത്രയും കൂടെ ഈ വീട്ടിൻ്റെ സൈഡിലെല്ലാം ആണെങ്കിൽ കാടൊക്കെ പിടിച്ച് ഇവിടെ മൊത്തത്തിലൂടെ ഒന്ന് കിടക്കാൻ. ഇനി ഇവിടെ എല്ലാം ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തീരും തോന്നില്ല. അപ്പം പറ്റുന്ന അത്രയും പോലെ ക്ലീൻ ആക്കാൻ വേണ്ടിയൊക്കെ. അതുപോലെ തന്നെ ഇപ്പുറത്തെ പക്ഷേ സൈഡ് ഭാഗം ഇവിടെയൊക്കെ നിറച്ച് പറയണ്ട്. ഇഷ്ടം പോലെ കാട് കിടക്കണം. അപ്പുറത്തേനേക്കാളും ഇവിടെ നിറച്ചുണ്ട് ഗൈസ്. അപ്പോൾ ഇനി സമയം കിട്ടുമ്പോൾ ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ കടയിൽ മഴ പെയ്ത് തന്നെ പറിക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ടാണ് പറ്റുന്നത് പോലെയൊക്കെ പറയും. പിന്നെ അടുക്കള പണിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പറിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ഒരാളും കൂടെ ഇല്ലെങ്കിൽ പറ്റില്ല. ഞാൻ ഒരാളേലും ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ദിവസം പറ്റുമെങ്കിൽ ഇത് ബാക്കി ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം പടിയുടെ ഭാഗത്തുള്ള കാടൊക്കെ പറിക്കുകയാണ് ഗൈസ്. ഞാൻ പകുതി പറിച്ചിട്ടിട്ടല്ല. അപ്പോൾ ബാക്കി ഇവിടെ ഒന്ന് പറിച്ചൊന്ന് ക്ലീൻ ആക്കാമെന്നൊക്കെ വിചാരിച്ചു. കുറച്ചൊക്കെ പറിച്ചാണെങ്കിൽ ഞാൻ ക്ലീനാക്കിയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ബാക്കി ഭാഗം കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് പറിച്ചൊന്ന് ക്ലീനാക്കിയതൊന്ന് ഉണ്ട്. കുറേ കാടൊക്കെ ഉണ്ട് ഗൈസ്. മഴയൊക്കെ പിടിച്ചതുകൊണ്ട് ഇഷ്ടംപോലെ കാടൊക്കെ ആയി ഇരിക്കുകയാണ്. പിന്നെ മുറ്റമൊന്നും കുറേ ദിവസം കൊണ്ട് തൂത്തൊന്നും ഇല്ല. അതുകൊണ്ട് മുറ്റവും തൂക്കാനൊക്കെ കിടക്കണം ഗൈസ്. കാടാണെങ്കിൽ പറിച്ചിട്ട് തൂക്കാമെന്നൊക്കെ വിചാരിച്ചാണെങ്കിൽ അതാകുമ്പോൾ എളുപ്പത്തിൽ പണി തീരും. അതുകൊണ്ട് കാട് പറിച്ചിട്ട് കുറച്ച് അത്യാവശ്യം കാടുകളാണെങ്കിൽ കുറച്ചൊക്കെ ആണെങ്കിൽ ഇവിടെ മുറ്റത്തൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ കാടൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതത്രയും പറിച്ചൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വെച്ചാൽ. അപ്പം വൃത്തിയാക്കിയിട്ട് കാണാൻ. ഒരു വശത്തുള്ള കാടൊക്കെ പറിച്ച് ക്ലീനാക്കി മുറ്റമൊക്കെ തൂത്ത് ഇവിടെ ഇട്ടിരിക്കുകയാണ്. ഫ്രണ്ടും തൂത്ത് ഗൈസ്. ഫ്രണ്ടൊക്കെ തൂത്ത് നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് ഗൈസ്? ഇപ്പോൾ ബാക്ക് ആണെങ്കിൽ തൂക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇത്രയും ചപ്പുണ്ട്. എത്ര വർഷത്തെ ചപ്പൊന്നേരി ഗൈസ് ഇത് ഉള്ളത്. ഇനി ഒരു തൂക്കാണ്ട്. ബാക്ക് തൂക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. അപ്പോൾ ഒന്ന് തൂത്തിട്ടൊന്ന് ഒന്ന് ഈ വീഡിയോ ഒന്ന് കാണാം ഗൈസ്. ഇത്രയും ചപ്പുണ്ട് ഗൈസ്. അപ്പോൾ തൂത്തിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് കാണാം. ഹലോ ഗൈസ്, അപ്പം ഇവിടെ എല്ലാം ക്ലീനാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. സൈഡിലുള്ള കാടൊന്നും പറിച്ചില്ല. അത് ഇനി അടുത്ത ദിവസമായിട്ട്. ഇവിടെ നല്ല കുറേ ചപ്പുണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ ഇനിയും കുറേ ഉണ്ട്. മണ്ണൊക്കെ കിടക്കുന്നുണ്ട്.
പറ്റൂല അത് ചെയ്യാതുകൊണ്ട് ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് തൂക്കാനൊക്കെ പാടായിരുന്നു. എന്നാലും ഞാൻ കുറേയൊക്കെ ഞാൻ ഇതാ തീയിട്ടുണ്ടാക്കിയിരിക്കുന്നു ഗ്യാസ്. കുറേ ഉണ്ട്, ഭയങ്കര പുകയൊക്കെ അടിക്കും. നിറച്ചും ഉണ്ടായിരുന്നു വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ ഞാൻ അപ്പുറത്ത് വളയിൽ കളഞ്ഞു ഗൈസ്. ഇത് നനഞ്ഞതായതുകൊണ്ട് കത്താത്തതുകൊണ്ട് നനയാത്തെല്ലാം കത്തിക്കണേ ഗൈസ്. ഞാൻ ചെയ്തതിന് ഒരു പരിവായി ഗൈസ്. മുടിയെല്ലാം ഉണ്ടോ രാവിലെ വാരി കെട്ടിയെല്ലാം വെച്ച ഗൈസ്. അയ്യോ പുക ഇങ്ങോട്ട് അടിക്കും ഗൈസ്, ഭയങ്കര പുക. അയ്യോ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. കുറേ നാളത്തേക്ക് ശേഷം ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഗൈസ്. നിറച്ചുപ്പൊക്കെ ഗൈസ് പുറകിൽ അവിടെ ഇട്ടാണ്. അത് ഇനി ബാക്കിയാണ് ഇവിടെ കല്ലും മണ്ണൊക്കെ കിടക്കണേ. ഇനി അടുത്ത ദിവസം ക്ലീൻ ചെയ്യണം. ഒരാളും കൂടെ ഉണ്ടെങ്കിലേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അതുകൊണ്ട് ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ ഗൈസ്. ബൈ. എല്ലാവരും ആണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ആണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ബൈ ഗൈസ്.